ഹായ് നമസ്കാരം. നുറുങ്ങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 1/2 കിലോ ചെറിയ മത്തി എടുത്തിട്ടുണ്ട്. ഇത് എന്നും എല്ലാവരും വയ്ക്കുന്ന സൈസല്ല. ഇന്ന് നമുക്കൊരു വേറെ രീതിയിൽ കറി വെച്ച് നോക്കാം. മത്തി അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ. നമുക്കൊരു വേറെ രീതിയിൽ നമുക്ക് ഒന്ന് കറി വെച്ച് നോക്കാം. ഈ കറി എല്ലാവർക്കും ഇഷ്ടമാകും. ഇതൊന്ന് ചെയ്ത് നോക്കാം. നേരെ സന്ധ്യയായി മക്കളെ, നമുക്കിന്ന് അടുക്കളയിൽ കറി വയ്ക്കാം. അടുക്കളയിലെ അടപ്പിൽ നമുക്കിന്ന് കറി വയ്ക്കാം. ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായ ശേഷം നമുക്ക് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പൊട്ടിക്കോളൂ. ചെറിയ ഉള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. സന്ധ്യ ആയാലും അകത്ത് വെച്ച് ചെയ്യണത്, അല്ലെങ്കിൽ പുറത്ത് വെച്ച് നമുക്ക് ചെയ്യാമായിരുന്നു. നന്നായിട്ട് വഴന്ന് വരട്ടെ. നമ്മുടെ തക്കാളിയും സവാളയും വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, വേപ്പിലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ കുറച്ച് ചേർക്കണുള്ളൂ. 1 സ്പൂൺ മുളക് പൊടി, ഫിഷ് മസാല കുറച്ച് ചേർക്കണുള്ളൂ. മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ ചേർക്കണം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. കുരുമുളക് പൊടിയാണ് അധികം ചേർക്കേണ്ടത്. ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. കുരുമുളക് പൊടിയാണ് അധികം ചേർക്കേണ്ടത്. ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളച്ചതിന് ശേഷം നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. അരപ്പ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമുക്കൊരു അടപ്പ് വെച്ച് ഒന്ന് മൂടി വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം.
നമുക്ക് മൂടി തുറന്നൊന്ന് നോക്കാം, ചാറൊക്കെ വറ്റിയെന്ന് നോക്കാം. ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് തേങ്ങ അരച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് അരച്ച് വെച്ചേക്കണതാണ്. ഇതും കൂടി നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അരപ്പ് ചേർത്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇച്ചിരി സമയം കഴിഞ്ഞിട്ട് നമുക്കൊന്നത് ഇറക്കാം. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഇറക്കാം. അപ്പോൾ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പത്തുനിന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണ് നല്ലത്. ഒരു വ്യത്യസ്തമായ രുചിയിലാണ് ഉണ്ടാക്കി വെക്കണത്.